പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ റാന്നി ടൗൺ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. തണ്ണിത്തോട്, തൂമ്പാക്കുളത്തും അരുവാപ്പുല്ലം നെല്ലിക്കാപ്പാറയിലും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. പമ്പയാറും അച്ചൻകോവിലാറും കരകവിഞ്ഞു. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ ജില്ലയിലെ മണിയാർ, മൂഴിയാർ, കക്കി, ഗവി ഡാം, കൊച്ചുപമ്പ ഡാം എന്നിവ തുറന്നിട്ടുമുണ്ട്. അനൽക സെയ്ദ് വിവരങ്ങൾ നൽകും. അനൽക, പ്രളയസമാനമായ സാഹചര്യമാണ് ജില്ലയിലുടനീളം രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ, റാന്നി ടൗൺ തന്നെ അപ്പാടെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ടോ? ദിവ്യ, നമുക്ക് അതായത് രാവിലത്തെ പോലെയുള്ള മഴ ഇവിടെയില്ല. വെള്ളം ഏകദേശം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ രാവിലെ വരുന്ന സമയത്ത് നമുക്ക് ആ ബാരിക്കേഡ് വെച്ച അവിടെ ഒരു വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അല്പനേരം മുമ്പാണ് വെള്ളം അതായത് ഇറങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ നേരത്തെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ഷോപ്പിലെ ഉടമയെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ ചുവപ്പ് സ്റ്റിക്കർ കാണുന്ന സ്ഥലം വരെ വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളം പൂർണ്ണമായി ഏകദേശം വെള്ളം പൂർണ്ണമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വിവരമാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മഴയ്ക്ക് ശമനമുണ്ട്. കൂടാതെ തന്നെ വീടുകളിലുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ ഭൂരിപക്ഷം ആൾക്കാരെയും നേരത്തെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും എത്തി ഒരു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപ്രതീക്ഷിതമായി ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് റാന്നിയിലാണ്. റാന്നിയിലെ 500-ലധികം കടകളിലേക്ക് വെള്ളം കയറുന്നു. അതോടൊപ്പം തന്നെ ഈ റാന്നിയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വടശ്ശേരിക്കട റോഡ് അടക്കം ഈ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിലാകെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പല വീടുകളിലും രാവിലെ ഏകദേശം പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടായിരുന്നു, അതായത് ഈ ഇന്നലെ അർദ്ധരാത്രി പെയ്ത മഴയിൽ അപ്രതീക്ഷിതമായി കടകളിലേക്കും വീടുകളിലേക്കും മഴവെള്ളം ഇരച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മുന്നറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ പെട്ടെന്ന് എത്തി ഈ കടകളിൽ ഉൾപ്പെടെ ഓണത്തിൻ്റെ സ്റ്റോക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പരമാവധി സാധനങ്ങളൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയെങ്കിൽ പോലും പല കടകളിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജ്വല്ലറികൾക്ക് ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റാന്നിയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള സബ്സ്റ്റേഷൻ പ്രവർത്തനം നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പത്തനംതിട്ടയുടെ മറ്റു ഭാഗങ്ങളിലും കോന്നി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലുണ്ടായെന്ന വാർത്ത ഉണ്ടായെങ്കിൽ പോലും ജില്ലാ ഭരണകൂടം അത് സ്ഥിരീകരിച്ചിട്ടില്ല. കോന്നിയുടെ മറ്റു പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാകുന്നു, പക്ഷേ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. നെല്ലിക്കപ്പാറ, കൊക്കാത്തോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. നെല്ലിക്കപ്പാറ ഈ മണ്ണിടിച്ചിൽ തന്നെ 4ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഈ ആറന്മുള മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പള്ളിയോടങ്ങളും എത്താതെയാണ് ഈ വള്ളസദ്യ ഉൾപ്പെടെ നടത്തുന്നത്. ജില്ലാ കളക്ടർ നിസാമുദ്ദീനാണ് പത്തനംതിട്ട ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പത്തനംതിട്ട ഗവിയിലടക്കം ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കോന്നി സീതത്തോട് മേഖലകളിൽ വെള്ളം കയറുന്നു. കക്കാട്ടാറിലെ ജലനിരപ്പ് ഉയരുന്നു. മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഒരു ഭാഗികമായി ജലം തുറന്നുവിടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുമ്പാക്കുളം ജംഗ്ഷനിൽ ഈ മരത്തടികളും അതോടൊപ്പം ചെളിയും അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ നിലവിൽ റാന്നിയിൽ ഒരു NDRFിൻ്റെ ഒരു യൂണിറ്റാണ് നിലവിൽ റാന്നിയിലുള്ളത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ റാന്നിയിലെ തോട്ടമൺ ഭാഗത്ത് ഏകദേശം 60 വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. അള്ളുങ്കൽ അയ്യപ്പ സബ്സ്റ്റേഷനാണ് ഈ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രവർത്തനരഹിതമായിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 500-ലധികം റാന്നിയിലെ വിവിധ ഭാഗങ്ങളിൽ 500-ലധികം കടകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പമ്പയാറിലെ ജലനിരപ്പും ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അതായത് വൈകുന്നേരം സമയത്ത് തന്നെ കൂടുതൽ വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം. ശരി, അനൽക സെയ്ദാണ് വിവരങ്ങൾ നൽകിയത്.